അല്ല ഇരുന്നോട്ടെ, ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുതിയ വണ്ടിയായിട്ടുള്ള വെർച്യൂസ് ഹൈലൈൻ പ്ലസിൻ്റെ 1 ലിറ്ററാണ്, ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ്സും നെഗറ്റീവ്സും പിന്നെ എനിക്കുണ്ടായിരുന്ന കുറച്ച് ബാഡ് എക്സ്പീരിയൻസസ്, നല്ല ഒന്നാം തരം ബാഡ് എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിൽ ഒരാൾക്കോ മറ്റേ ആയിരിക്കും ചിലപ്പോൾ ഇത് വന്നിട്ടുണ്ടാവുക. പക്ഷെ നമുക്കിത് വന്നു. അത് ചിലരുടെ എന്താ പറയുക, നെഗ്ലിജൻസ് കാരണം മാത്രം ഉണ്ടായിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ് ആണ്, അല്ലാണ്ട് വണ്ടിയുടെ പ്രശ്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇതെടുത്തിട്ട് ഇപ്പോൾ 1 മാസം ആയിട്ടില്ല. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 15 ദിവസം മറ്റേ ആയിട്ടുള്ളൂ. അതിൽ തന്നെ നമ്മളിപ്പോൾ ഒരു 900 അല്ലെങ്കിൽ 1000 കിലോമീറ്ററിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. 900 എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 1000 ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ചെക്കപ്പും കൂടി ഉണ്ട്. അപ്പോൾ അത് കൂടി കഴിഞ്ഞിട്ട് നമ്മൾ വേറെയും വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത് നിങ്ങൾ വിടാതെ മുഴുവനായിട്ടും കണ്ടിരിക്കണം, കാരണം എല്ലാവരും അറിയേണ്ട ഒരു സംഭവങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഫസ്റ്റിലുള്ള ഇതിൻ്റെ ഡിസൈനിൻ്റെ സംഭവം പറയുകയാണെങ്കിൽ ആബ്സല്യൂട്ട്ലി ലവ് ദിസ് ഡിസൈൻ. അതായത് ഇത്രയും സെഡാനിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഡൈനാമിക്സ് ഉള്ള അല്ലെങ്കിൽ കാണാൻ രസമുള്ള ഒരു വണ്ടി ഇല്ല എന്നുള്ള സംഭവം ആണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി വൈസ് ആണെങ്കിൽ 5 സ്റ്റാർ സേഫ്റ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ DSG ഗിയർ ബോക്സ് വരുന്നൊരു സംഭവമുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മുമ്പ് വല്ല ജെട്ടയൊക്കെ ഉപയോഗിച്ച ആൾക്കാർക്ക് ശരിക്കും അതിൻ്റെ ഒരു സംഭവം ആവശ്യമുള്ളൂ. ഇവിടുത്തെ റോഡിൻ്റെ കണ്ടീഷനിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ധാരാളമാണ്. ഇനിയിപ്പോൾ അത്രയും പവർഫുൾ വണ്ടി മുന്നേ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ശരി എന്ന് പറയാം. ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു വണ്ടി എന്ന് പറഞ്ഞാൽ സോണറ്റാണ്. സോണറ്റിൻ്റെ DCT ഗിയർ ബോക്സ് ഉള്ള സംഭവമാണ്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അത് വേണമെങ്കിൽ ഞാൻ ഇവിടെ ലിങ്കായിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം പോസിറ്റീവ്സ് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നെഗറ്റീവ് സൈഡിലോട്ടേക്ക് നമുക്ക് കിടക്കാം. പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനാണ്, ഡ്രൈവിങ്ങിൻ്റെ ഹാൻഡ്ലിങ്ങും പിന്നെ അത് തരുന്നൊരു കോൺഫിഡൻസും. അതായത് 120, 120, 30 വേണമെങ്കിൽ നമുക്ക് കോർണേഴ്സ് വരെ ഈ നാഷണൽ ഹൈവേയിൽ ഇപ്പം പോകുമ്പോൾ എടുക്കാൻ പറ്റും. 110 സിമ്പിളായിട്ട് എടുക്കാം. ഒന്നാമത് സ്പീഡ് എടുക്കുന്ന സംഭവം നമുക്ക് അറിയില്ല. അത്രയും ഒരു ടാങ്ക് പോലെയുള്ള ഒരു സോളിഡ് ഫീലാണ് വണ്ടി നമുക്ക് തരുന്നത്. അതായത് പക്ക ജർമ്മൻ എഞ്ചിനീയറിങ്, അതിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഈ വണ്ടിയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെ കാലത്ത് നമ്മുടെ എന്താ പറയുക, പോളോ TSI സംഭവം മിസ് ചെയ്തിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു തുല്യമായിട്ടുള്ളൊരു സംഭവമായിട്ട് നമുക്ക് വേണമെങ്കിൽ തോന്നായത്. വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ബിൽഡ് ക്വാളിറ്റി അല്ലെങ്കിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആകെ ഒറ്റൊരു സ്ഥലത്ത് മാത്രമേ ഒരു ഇതായതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാം ഒരു മിക്സ് കളറാണ്. അത് ബീജും ബ്ലാക്കും ആയിട്ടുള്ളതാണ്. ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എസ്പെഷ്യലി സീറ്റ്സ് എല്ലാം നമുക്ക് ഹൈലൈൻ പ്ലസിൻ്റെ കുറച്ച് അടുത്ത ഓപ്ഷൻ പോയി കഴിഞ്ഞാൽ GT ലൈൻ വരും. അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക്ഡ് എക്സ്റ്റീരിയറാണ്. എക്സ്റ്റീരിയർ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇൻറ്റീരിയേഴ്സ് എസ്പെഷ്യലി സീറ്റ്സ് ഇന്ത്യൻ കണ്ടീഷൻസിൽ എപ്പോഴും എന്താ പറയുക, വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളർ കൊടുക്കുന്നതാണ് നല്ലത്. ഈ ബാക്ക് സീറ്റെല്ലാം കാണിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുൾ കംപ്ലീറ്റ് ബീച്ച് ഇൻറ്റീരിയേഴ്സാണ്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 പ്രാവശ്യം സർവീസ് സെൻറ്ററിൽ കയറി ഇറങ്ങുന്നത്തേക്കും തന്നെ എന്തെങ്കിലുമൊക്കെ പാടാവുമെന്ന് തോന്നുന്നത്. ഇത് തന്നെ ഇതിപ്പം പാടുകൾ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇവരെ കൊണ്ട് പറഞ്ഞിപ്പിച്ച് റബ്ബിപ്പിച്ചാണ്. അത് അതിൻ്റെ എപ്പം ആണെങ്കിൽ ചെറുതായിട്ടുള്ളതെല്ലാം അതവിടെ കാണുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ സ്റ്റെയിൻ മാർക്ക് വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാവാനുള്ള കാരണം വേറെ ഉണ്ട്, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിപ്പോൾ അവർ മയച്ച് കഴിഞ്ഞിട്ടൊക്കെ തന്നതാണ്. അതിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിസിബിളായിട്ട് വന്നു. നമ്മളിപ്പോൾ ഒരു ഡ്രൈവിന് വന്നിരിക്കുകയാണ്. നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം. അപ്പോൾ ഈ സംഭവത്തിലല്ല, ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സല്യൂട്ട്ലി ഞാൻ അഡോർ ചെയ്യുന്നു, ലവ് ചെയ്യുന്നു. ഇത് എടുത്ത് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴുള്ള ആ ഒരു ഫീൽ, ആ ഒരു സെഡാൻ തരുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നിനും തരാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ കയ്യിലുള്ള സോണറ്റ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു SUVക്ക് ഒരിക്കലും കിട്ടാത്തൊരു ഫീലാണ് ആ ഒരു സെഡാനിൽ നമുക്ക് കിട്ടുക. ഇത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ആകുന്ന പോലും നമുക്ക് അറിയില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനത്തെ കാര്യത്തിലാണ് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ വണ്ടി ഡെലിവറി എടുത്തത് ഇത് KL18 വണ്ടിയാണെങ്കിലും കണ്ണൂരിൽ നിന്നല്ല ഈ വണ്ടി ഞാൻ ഡെലിവറി എടുത്തത്. ഇത് എറണാകുളത്തു നിന്നാണ് ഞാൻ എടുത്തത്. അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. വേണ്ടി വന്നാൽ നമുക്ക് വേറെ വീഡിയോയിൽ അതിൻ്റെ സംഭവങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിട്ട് ചെയ്യാം. വണ്ടി ഹൈ സ്പീഡിൽ എങ്ങനെയാണ് കൺട്രോൾ? ഹൈ സ്പീഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഫസ്റ്റ് ചെക്കപ്പ് ചെയ്യാത്തതുകൊണ്ട് അധികം സ്പീഡൊന്നും എടുത്തിട്ടില്ല. കൺട്രോൾഡ് സ്പീഡ് തന്നെ എടുത്തിട്ടില്ല. അപ്പം 120, 130 പോകുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവേയിലും പോകുമ്പോൾ അമ്മാതിരി സോളിഡ് കൺട്രോളാണ്. എസ്പെഷ്യലി ടേണിങ്ങിലും
പിന്നെ വണ്ടി എന്താ പറയുക ഗ്രൗണ്ടഡ് ആയിട്ടുള്ള അത്രയും നല്ലൊരു ഫീലിംഗ് ആണ്. നമുക്കറിയാം ഇതിൻ്റെ ഇത് എന്താ പറയണ്ടേ, എന്തെന്നാ ഇനി പറയും, ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് ക്രെറ്റയുടെ അത്ര മറ്റേ ഉണ്ട് എന്നാണ് തോന്നുന്നത്. 19 സെന്റിമീറ്റർ ഉണ്ട്. അത് സെഗ്മെന്റിൽ ഏറ്റവും ഹയസ്റ്റ് ആണ്. സെഗ്മെന്റ് കില്ലറാണ് ഈ വണ്ടി. ബാക്കി പറഞ്ഞ മറ്റുള്ള ഒന്നും നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അത്ര വരില്ല. ഇപ്പോൾ സ്ലാവിയ ആണെങ്കിലും അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആർ സോ ഔട്ട്ഡേറ്റഡ്. അതുകൊണ്ടാണ് സ്ലാവിയ കൺസിഡർ കൂടി ചെയ്യാത്തതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ. എനിക്ക് തോന്നുന്നു സ്ലാവിയ എന്തോ ഒരു പൊടിക്ക് എന്തോ സ്പീഡ് അധികമാണെന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. രണ്ടിൻ്റെയും ഉള്ളും സംഭവങ്ങളും എല്ലാം സെയിമാണ്. എൻജിനും സംഭവങ്ങളും പ്ലാറ്റ്ഫോം എല്ലാം സെയിമാണ്. ജസ്റ്റ് ഇൻറ്റീരിയേഴ്സും എക്സ്റ്റീരിയറും മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ സ്ലാവിയൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. വെർണയുടെ ഭയങ്കര നല്ലതാണ്. പക്ഷേ വെർണയുടെ എക്സ്റ്റീരിയർ ഡിസൈൻ എനിക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു കൊറിയൻ വണ്ടി ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇത് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനെന്താ പറഞ്ഞത്, ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്രയും നല്ല ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലോങ് ട്രിപ്സ് അടിച്ചിട്ടുള്ളത് വെച്ചാൽ എറണാകുളം ടു വടകര, കോഴിക്കോട് ട്രിപ്പ് ഇന്നലെ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മാഹി ടു കോഴിക്കോട് ഒരു സ്ഥലത്തു കൂടി അടി തട്ടിയിട്ടില്ല. അടി തട്ടാൻ അത്രയും വലിയ കുഴി എന്തെങ്കിലും നമ്മൾ നോക്കാതെ പോയി കുത്തി വീണാലോ മറ്റേ അടി തട്ടും. അല്ലാത്ത ഒരു കാരണവശാലും അടി തട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊന്നും എന്തായാലും ഉണ്ടായിട്ടില്ല. മൈലേജ് എങ്ങനെയായിരുന്നു? മൈലേജിന്റെ കാര്യമൊന്നും നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എനിക്കിപ്പം മാക്സിമം കിട്ടിയിട്ടുള്ളത് 10, 11, 12, 10 മാക്സിമം എല്ലാ സമയവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു ടൈറ്റ് സ്ഥലത്ത് നിന്ന് ടേൺ എടുത്തതാണ് ഫ്രണ്ട്സ്. ഇതിൻ്റെ ടേണിങ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. അതായത് എനിക്കൊന്ന് സോണറ്റിനെക്കാട്ടും ചെറുതാണ്. സോണറ്റ് തന്നെ വളരെ ചെറുതാണ്. ഇത് ഏത് സ്ഥലത്തും നമുക്കൊരു 1-2 ടേൺ എടുത്തു കഴിഞ്ഞാൽ ഇത്ര ചെറിയ റോഡുകളിൽ നിന്ന് വരെ നമുക്ക് സുഖമായിട്ട് ടേൺ എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഫസ്റ്റ് നെഗറ്റീവ് കാറിൻ്റെ ഇൻബിൽട്ട് ക്വാളിറ്റി നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടെക്ക്, അതായത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതെല്ലാം ഭയങ്കരമായിട്ടൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്കാണെങ്കിൽ ഞാൻ സോണറ്റിൻ്റെ സംഭവങ്ങൾ കാണിച്ചു തരാം. സ്മൂത്ത്നെസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറേൻ്റെ എല്ലാം ക്വാളിറ്റി വളരെ പുവറാണ്. കുറച്ചും കൂടി നന്നാക്കായിരുന്നു. 4 വർഷം പഴകിയിട്ടുള്ള, അതായത് ഫുൾ പിക്സൽസ് എല്ലാം നമുക്ക് കാണുക. 4 വർഷം പഴകിയിട്ടുള്ള സോണറ്റിൻ്റെ തന്നെ ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്. കൊറിയക്കാർ അങ്ങനത്തെ കാര്യത്തിലെല്ലാം വൻ സംഭവമാണ്. ഇത് പിന്നെ ഇത് കണ്ട പെട്ടെന്നൊന്നും സ്റ്റിയറിങ് തിരിച്ചു കഴിഞ്ഞാൽ ഇതിലൊന്നും മാറുന്നില്ല ടയറിൻ്റെ ഇതനുസരിച്ചിട്ട്. മറ്റേലെല്ലാം അപ്പം തന്നെ ഇത് മാറും. അതാ ബാക്കിൽ വണ്ടി നാടെ പോയിട്ട് എന്തെങ്കിലും തിന്നണം എനിക്ക്. മൈലേജ് അല്ല ഇതിട്ട് പിന്നെ ഇതിന്റെ ഇതെല്ലാം ഉണ്ട്, എല്ലാം നല്ലതെന്ന് പറഞ്ഞു. ഈ 3 ടൈപ്പ് ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേ സ്പീഡിന്റെ സംഭവം വരുന്നത് അത് ഭയങ്കര നന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്കൊന്ന് ഇതിന് മുകളിലുള്ള ഓപ്ഷനിൽ GT വേരിയന്റിലെല്ലാം മറ്റേ റെഡ് കളറിലും ഇതെല്ലാം വരുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ആംബിയൻ ലൈറ്റ് എല്ലാം വരും, അതും ഭയങ്കര നല്ലതാണ്. വെർച്വസ്ലി മിസ് ചെയ്യുന്ന ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DRVM ആണ്. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ ഒരു സംഭവം. അതിന്റെ ക്യാമറയുടെ ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതിന്റെ ക്യാമറയുടെ ക്വാളിറ്റിയും ലാഗും ഇതിന്റെ ക്യാമറയും എങ്ങനെയാണെന്ന്. ഇത് ശരിക്കും ഡ്രൈവിങ്ങിന് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ശരിക്കും മിസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഒരു 85-ലെല്ലാം കഴിഞ്ഞാൽ വണ്ടി അത്രയും സ്റ്റേബിൾ ആണ്. ഈ NH പോകുമ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ ആണ്, ഇതിപ്പോൾ 105-106 ഇവിടെ അലൗഡ് സ്പീഡിലാണുള്ളത്. പക്ഷെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സോളിഡ്, ഒരു ടാങ്ക് പോകുന്നൊരു ഫീലാണ്. അതാണ് ഫോക്സ് വാഗൻ്റെ ഏറ്റവും ഹൈ പോസിറ്റീവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ ആണ് ഞാനിപ്പം പങ്കുവെക്കാൻ പോകുന്നത്. അതായത് ഒരു കസ്റ്റമർ വോൾസ് വാഗൻ്റെ വണ്ടി എറണാകുളത്ത് എടുക്കുന്ന, അല്ലെങ്കിൽ വോൾസ് വാഗൻ്റെ വണ്ടി എടുക്കുന്ന ഒറ്റ കസ്റ്റമറിന് കൂടി വരാൻ പാടില്ലാത്തൊരു അനുഭവമാണ് നമുക്ക് ഉണ്ടായത്. അതായത് ഒരു ട്രസ്റ്റ് തന്നെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് തരത്തിലായിപ്പോയി. ഇത്രയേ ഉള്ളൂ ഇവർക്ക്, അങ്ങനെയുള്ള കാര്യത്തിലായിപ്പോയി. എന്താണ് സംഭവം എന്ന് ഞാനിപ്പം പറയാം. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി ഞാൻ എറണാകുളത്ത് നിന്ന് ഡെലിവറി എടുത്തു. ആ ദിവസം ഹോട്ടലിൽ, കാരണം നമുക്ക് വടകര വരെ വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അന്ന് വൈകുന്നേരമാണ് ഡെലിവറി എടുത്തത്, ഒരു 3-4 മണിയായിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം ഹോട്ടലിൽ പോയിട്ട് പാർക്ക് ചെയ്യും, അടുത്ത ദിവസം വീട്ടിൽ വരികയും, വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അത്ഭുതകരമായിട്ടുള്ള ആ സംഭവം നടന്നത്. അതായത് ഗരാജിൽ പാർക്ക് ചെയ്ത കാറ് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
അപ്പം തന്നെ നമ്മൾ പാനിക് ആവുമല്ലോ. കാരണം ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ എന്തെങ്കിലും സെക്കൻഡ് ഹാൻഡ് വണ്ടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടിയോ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ശരിയെന്ന് പറയാം. ഞാൻ എത്രയോ വണ്ടികൾ എടുത്തിട്ടുണ്ട്, ഹുണ്ടായിൻ്റെ വണ്ടികളും മാരുതീൻ്റെ വണ്ടികളും ടാറ്റയുടെ വണ്ടികളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒന്നിനും അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഞാൻ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ വണ്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെട്ടിട്ടുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കസ്റ്റമർ നമ്മുടെ എന്താ പറയുക സെയിൽസ് മാനേജറാ അതിൻ്റെ ഇതായിട്ടുള്ള ആളെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, ഇങ്ങനെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ അവർക്ക് പറഞ്ഞു ബാറ്ററിയുടെ സംബന്ധമായിട്ടുള്ള എന്തോ ഇഷ്യൂ ആണ്, അതിൻ്റെ വയർ എന്തെങ്കിലും ലൂസായതായിരിക്കും. അങ്ങനെ ഒരിക്കലും ലൂസാകാൻ പാടില്ലല്ലോ. എൻ്റെ അടുത്ത് അത് ടൈറ്റ് ചെയ്ത് നോക്കാനാണ് ഇവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വണ്ടി കയറ്റിയിട്ടിട്ട് ഇത് നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യാനല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് പറയേണ്ട ഒരു വർത്താനാണോ അത്? ഒന്നാമത്തെ കാര്യം, ഞാൻ ഇവിടെ വന്നപാട് വണ്ടിപ്പണി എടുക്കാനാണോ ഞാൻ വണ്ടി വാങ്ങിച്ചിരിക്കുന്നത്? അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ വിളിച്ച് പറയുകയും നമുക്കത് ശരിയാക്കാൻ പറ്റാത്തത് കാരണം കണ്ണൂർ വേറെ ഡീലേഴ്സാണ്, അവിടുന്ന് ആളെ ഇങ്ങോട്ടേക്ക് വിട്ടു. അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. വണ്ടി വന്നിട്ട് അവർ 2 ആൾക്കാരാണ് വന്നത്. അവർ പറഞ്ഞു ബാറ്ററിയുടെ എന്തോ പ്രശ്നമാണ്, ബാറ്ററിയുടെ ലൂസ് കണക്ഷനാണ്, അങ്ങനെ എന്തായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്? ബാറ്ററിന്റെ ടെർമിനൽ കണക്ഷൻ്റെ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അന്നേ ദിവസം വണ്ടി 24 മണിക്കൂർ ആവുന്നതിൻ്റെ മുമ്പേ തന്നെ കണ്ണൂർ സർവീസ് സെൻറ്ററിലോട്ടേക്ക് വണ്ടി എടുത്തിട്ട് കൊണ്ടുപോയി അന്ന് അവിടെ വെച്ചു. ആ ടെർമിനൽ കണക്ഷൻ എന്തോ ലൂസാണെന്നാണ് മറ്റേ എറണാകുളത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇവരും പറഞ്ഞത്. അത് എന്നിട്ട് ടൈറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ആ ദിവസം പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ പിന്നെ വണ്ടി എടുത്തിട്ടില്ല. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ വണ്ടി എടുത്തു. അന്നും ഞാൻ വണ്ടി എടുക്കാൻ പോയ സമയത്ത് ഉള്ളിൽ നോക്കുമ്പോൾ കണ്ണൂരിൽ ഒരു ദിവസം സർവീസ് സെൻറ്ററിൽ വണ്ടി കൊണ്ടുപോയിട്ടല്ലോ, വണ്ടിയുടെ ഉള്ളിൽ മുഴുവൻ സ്റ്റെയിൻ മാർക്സ്, അതായത് ഓയിലിൻ്റെയും ഗ്രീസിൻ്റെ ഒക്കെ. എന്തിനാണ് അവർ ബാക്ക് സീറ്റിലും ഫ്രണ്ട് സീറ്റിലും അവിടെ ഇവിടെയൊക്കെ മാറിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ബാക്ക് സീറ്റിലിരിക്കേണ്ട ഒരു ആവശ്യം വരില്ല. ബാറ്ററിയുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് നമുക്കറിയില്ല. അത് നോക്കുമ്പോൾ സ്റ്റെയിൻ മാർക്സ്, അവിടെയും ഒരു ഡിസപ്പോയിൻമെൻറ്റ്. വണ്ടി എങ്ങനെയെങ്കിലും ബാറ്ററി ശരിയാക്കി കിട്ടിയല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ ഇരിക്കുന്നപ്പോൾ ഇങ്ങനൊരു സംഭവം. അപ്പം തന്നെ അവിടുത്തെ സർവീസ് മാനേജറുമായിട്ട് ബന്ധപ്പെട്ടു. അതിനുശേഷം അവർ പറഞ്ഞ് ആളെ ഇങ്ങോട്ടേക്ക് വിടാം, എന്നിട്ട് ഫുള്ള് മാർക്കും സാറിന് മാറ്റിത്തരാം എന്നുള്ള സംഭവമൊക്കെ പറഞ്ഞ് എന്നിട്ട് ആളെ ഇങ്ങോട്ടേക്ക് വിട്ടിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഫുള്ള് ഗ്ലിച്ചാവുന്ന ഒരു സൗണ്ടും ആകപ്പാടെ ഒരു സെക്കൻഡ് ടൈം 3ാമത്തെ ദിവസത്തിൽ ഇങ്ങനെ ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഈ എറണാകുളത്തുള്ള ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടു. അവർ നല്ല കൂളായിട്ട് സംസാരിക്കും, സാർ അങ്ങനെ ഇതാവണ്ട, ഇത് ബാറ്ററിയുടെ ഇഷ്യൂ ആയിരിക്കും, അത് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട്. വൃത്തികേടല്ലേ ഇത്? ജീവിതത്തിൽ ആർക്കെങ്കിലും ഒരു ഫോക്സ് വാഗൺ വാങ്ങിച്ചിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യണം. ഇത് അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ PDI മര്യാദയ്ക്ക് ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അതിൻ്റെ ഓക്കെ ടെസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് പച്ച ഇത് നമ്മുടെ എല്ലാ വണ്ടിയുടെ മുമ്പിൽ ഒട്ടിക്കുന്നുണ്ട്. അത് എന്ത് ഇതായിട്ടാണ് ഇവരിത് ഒട്ടിക്കുന്നത്? അപ്പോൾ ഇവരുടെ PDIനൊക്കെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? എന്ത് കുന്താണ് ഇവർ ടെസ്റ്റ് ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് ഏറ്റവും ഒബിയസ് ആയിട്ടുള്ള ബാറ്ററിയുടെ സംഭവം നമുക്കറിയാം. ഈ യാർഡിൽ നിർത്തുമ്പോൾ അതിൻ്റെ ഇതൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു ലൂസൊക്കെ ആക്കിയിട്ട് ഇടും, കാരണം ബാറ്ററി നശിക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കറിയാം അങ്ങനെ അവിടെ നിർത്തിയിടുമ്പോൾ അവർ ചിലപ്പോൾ ലൂസൊക്കെ ആക്കി ഇടുന്നതായിരിക്കും. അപ്പോൾ ടൈറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഇത് പോയല്ലോ. അപ്പോൾ PDIയുടെ ഇഷ്യൂ ആയിരിക്കും, PDIക്കാരെ പേര് പറഞ്ഞാൽ മതി എന്ന് വെച്ചിട്ട് സെയിൽസ് എക്സിക്യൂട്ടീവുകാരൻ കൈയൊഴിഞ്ഞു. അവർ കണക്കിന് ശരിയാണ്. ഇവർ ഇത്രത്തോളം ലാഘവമില്ലാതെ അല്ലെങ്കിൽ അത്രയും കെയർലെസ് ആയിട്ടാണ് ഓരോ വണ്ടി ഡീൽ ചെയ്യുന്നത് എന്നാണ് ഇതിൽ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് വണ്ടി എടുത്തത് കൊണ്ടാണോ നമ്മൾ വടകര ഇരിക്കെ എറണാകുളത്ത് നിന്ന് പോയിട്ട് വണ്ടി എടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്താൽ മതി എന്നാണ് അവർ വിചാരിക്കുന്നത്? എന്താണ് ഇവർ വിചാരിക്കുന്നത്? ഇവർ പറയുന്നത് PDI ടെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഇത്രയും ഇതായിട്ടുള്ളൊരു റീസൺ, ഒരു ബാറ്ററിയുടെ കാര്യം ചെക്ക് ചെയ്യാൻ പോരുത്. എന്നിട്ട് പിന്നെ അടുത്ത ദിവസം അവിടെ വണ്ടി ഇടുകയും നമ്മൾ ഏറ്റവും മുകളിൽ തന്നെ പിടിപാടിൽ പിടിച്ചിട്ട് ഇതിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്ത് തരണം, ബാറ്ററിക്ക് എന്തോ ഇഷ്യൂ ഉണ്ട് എന്ന് ഇവർ കണ്ടെത്തി. ബാറ്ററിക്ക് എന്തോ പ്രശ്നമുണ്ട്. കാരണം ഇനി ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് ബാറ്ററി ലൂസ്, ടെർമിനൽ ലൂസ് എന്ന് പറഞ്ഞിട്ട് കളിക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും മുകളിൽ തന്നെ പിടിച്ചിട്ട് ഇതിൻ്റെ വാറൻറ്റിയിൽ ഈ ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം. കാരണം 4 years വാറൻറ്റി വരുന്നുണ്ട്, അതിൽ ബാറ്ററി ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കണ്ണൂരിലേക്ക് വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് പോയി 3ാമത്തെ ദിവസത്തിനുള്ളിൽ 2ാമത്തെ പ്രാവശ്യം. എന്നിട്ട് ഒരു ദിവസം അവിടെ വെച്ച് ഫുള്ള് ടെസ്റ്റ് ചെയ്ത് 1 or 2 ദിവസമായി എന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടാണ് വണ്ടി ഇപ്പം തിരിച്ച് തന്നിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ 1 മാസത്തെ അല്ലെങ്കിൽ 1000 കിലോമീറ്ററിൻ്റെ റണ്ണൊക്കെ ചെയ്ത് കഴിഞ്ഞു, ചെക്കപ്പ് ചെയ്തു. അതിനുശേഷം ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നാലും ആസ് എ കസ്റ്റമർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരാൾക്കും വരാൻ പാടാത്ത ഇത്. എറണാകുളത്തുള്ള അവിടെ നിന്നൊരു കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു കോള് കൂടി
അവർ വിളിച്ച് ചോദിച്ചിട്ടില്ല, അവരുടെ മാനേജറോ അവരുടെ സൈഡിൽ നിന്നോ ഒരു മനുഷ്യൻ ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ സോറി പറയുന്നു അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ കൂടി വിളിച്ചിട്ടില്ല. അതാണ് വണ്ടി വിറ്റ് കഴിഞ്ഞാൽ അവരുടെ യഥാർത്ഥ മുഖം അവർ കാണിച്ചു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് വിൽക്കുന്ന സമയത്ത് തന്നെ അവർ വേറെ കുറേ ഓഫേഴ്സ് പറഞ്ഞിട്ടായിരുന്നു, എന്തോ ക്ലബ് മഹേന്ദ്രൻ്റെ 4 ഡേ സ്റ്റേ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു മാസം ഇന്നത്തേക്കായിട്ട് ഇതുവരെ ഒരു കോൾ കൂടി അതിൽ വന്നിട്ടില്ല. പക്ക ഫേക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ആ കാര്യം ഞാൻ വീണ്ടും അറിയിച്ചിട്ട് ഒരു കസ്റ്റമറിനെ സമാധാനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതാണ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കൂടി വിളിക്കാനുള്ള ഇന്നേ വരെ എൻ്റെ ഫോണിൽ അങ്ങനെ ഒരു കോൾ പോലും വന്നിട്ടില്ല. അങ്ങനത്തെ ഡീലിംഗ് ആണ് ഇവരുടെ. അതായത് അമ്മാതിരി രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഇവർ ചെയ്യും. അപ്പം നമ്മൾ ആ രീതിയിൽ ഇവർ ഇടപെടണം. അല്ലാണ്ട് വലിയ ഫോക്സ് വാഗനാണ് വലിയ സംഭവമാണെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഏറ്റവും തരത്തിൽ കളിക്കാൻ പറ്റുന്ന പോലെ തന്നെ ഇവരുടെ അടുത്തൊക്കെ പെരുമാറണം എന്നാണ് തോന്നുന്നത്. കാരണം നമ്മളിവർ വിശ്വാസത്തിൽ അത്രയും ട്രസ്റ്റുള്ള ബ്രാൻഡാണെന്നൊക്കെ വിചാരിച്ച് വിടുമ്പോൾ ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ്. PDI ബേസിക് ചെക്സ് ചെയ്യില്ല, ഓരോ കാര്യങ്ങൾ ഓഫർ ചെയ്യുക, അത് ഡെലിവർ ചെയ്യാണ്ടിരിക്കുക. വണ്ടി എടുത്തതിന് ശേഷം ഒരു കോൾ കൂടി വണ്ടി വിറ്റ സ്ഥലത്ത് നിന്ന് വിളിച്ച് ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് വണ്ടിയുടെ ഫുൾ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ വോൾസ് വാഗൻ ഇന്ത്യയിൽ നിന്നും കൂടി ചോദിച്ചിട്ടില്ല. ഈവൺ എനിക്ക് തോന്നുന്ന ഒരു മാരുതിയോ ആൾട്ടോ വിറ്റാൽ പോലും അവരിതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വന്നിരുന്ന ഇഷ്യൂ. ഇങ്ങനത്തെയൊക്കെ ഇഷ്യൂ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യൂ. അതിനുശേഷം ബാറ്ററി റീപ്ലേസ് ചെയ്തതിന് ശേഷം ഇന്നേ വരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള വണ്ടിയുടെ ഡ്രൈവിങ്ങിലും ബിൽഡ് ക്വാളിറ്റിയിലും കാര്യങ്ങളിലെല്ലാം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഇതുപോലെയുള്ള ഡീലേഴ്സിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അവർ മര്യാദയ്ക്കൊന്നും നോക്കുകയില്ല. ബാക്കി കസ്റ്റമറിന് എന്താ പറയുക മെൻ്റൽ ഹറാസ്മെൻറ്റും അങ്ങനത്തെ പല കാര്യങ്ങളും തരിക. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി.